ഈ വർഷത്തെ റമളാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവാണ്. അതും ഒറ്റയിട്ട 25 രാവും തമ്മിൽ യോജിച്ചു വന്ന വളരെ അത്ഭുതകരമായ ഒരു പരിശുദ്ധിയിലാണ് നമ്മളുള്ളത്. ഈ ലൈലത്തുൽ ഖദർ അല്ലെങ്കിൽ തന്നെ അവസാനത്തെ 2024 റമളാനിലെ വെള്ളിയാഴ്ച രാവാണ്. അതുകൊണ്ട് ചിലപ്പം വീട്ടിൽ പോയാൽ പെട്ടെന്നാണ്ട് കിടക്കലായിരിക്കും. ഒരു 10 മിനിറ്റ് ഇവിടെ കൂടുതലിരുന്നാൽ അത്രയായി. കാരണം വീട്ടിലൊക്കെ എണീറ്റിരുന്ന് വാതണമെന്ന് കരുതിയിട്ടൊക്കെ പോവാ. പിന്നെ ചിലപ്പോൾ പെണ്ണുങ്ങൾ അറിയൊന്നോ ഇറങ്ങി നീച്ചാളിയെന്നോന്ന് അറിയും. അതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. പിന്നെ അസ്സലാത്തു ഖൈറും മിനന്നോന്ന് ചിലപ്പം കേൾക്കാം. അപ്പൊ 10 മിനിറ്റ് ഇവിടെ ഇരുന്നാൽ അത്രയും നന്ന്. അതിനാണ് ഒന്ന് ഇവിടെ ഇരുത്തുന്നത്. ഞാനും അല്ലാഹു ഈ രാവും ഈ സമയവും ഈ സന്ദർഭവും ഈ അനുഭവമൊക്കെ നമുക്ക് നാളെ ആഖിറത്തിൽ അനുകൂലമാക്കി തരട്ടെ. വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ഹബീബിനെ കുറിച്ചാണ് പറയാറുള്ളത്. അതാണ് നമ്മുടെ വലിയ പ്രതീക്ഷ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയാ, പ്രകീർത്തിക്കുക, പ്രശംസിക്കുക, അവിടുത്തെ മേൽ സലാത്തില്ല എന്നുള്ളത് നാളെ രക്ഷപ്പെടുന്ന ആളുകൾക്ക് മാത്രം കിട്ടുന്ന തൗഫീഖാണ്. അല്ലാത്തവർക്ക് കിട്ടൂല. അല്ലാത്തവർക്ക് അതിന് കഴിയൂല. കാരണം സലാത്ത് അധികരിപ്പിച്ചാൽ രക്ഷപ്പെടുന്ന ഉറപ്പാണ്. അപ്പൊ ചീഞ്ഞ വിശ്വാസമുള്ള ആളുകൾക്ക് സ്വലാത്ത് അധികരിപ്പിക്കാനോ മദ്ഹ് പറയാനോ പറയുന്നിടത്തിരിക്കാനോ കഴിയില്ല. അവരെന്തെങ്കിലും പറഞ്ഞു മുടക്കുള്ളൂ. എന്തെങ്കിലുമൊക്കെ പറയാനാണ് മുടക്കും. എന്നോടൊരിക്കലും ഒരു സുഹൃത്ത് വെച്ച് മുമ്പ് ഇപ്പൊ ഈ മൗലിദിന്റെ ഏടൊക്കെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു മുമ്പ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ റസൂലുള്ളാന്റെ കാലത്ത്. അപ്പൊ തീരുമാനമായില്ലേ എന്ന് ചോദിച്ചു. ഞാൻ റസൂലുള്ളാന്റെ കാലത്ത് ഇല്ലാത്തൊക്കെ നമ്മൾ എടുത്തേക്കില്ലെന്ന് ചോദിച്ചു. എന്താ തർക്കം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ മുസാഫ് എടുത്തേക്കും കാരണം അന്നില്ല. മൗലിദിന്റെ ആടെ ഇവിടെ ഇരിക്കട്ടെ. നമ്മളെ 30 ജുസിന്റെ മുസാഫ് ഉണ്ടല്ലോ, റസൂലുള്ളാന്റെ കാലത്തില്ല. അത് ശരി. പിന്നെ എല്ലാരും തെളിവ് പറയുന്ന കിതാബാണ് സ്വഹീഹ് ബുഖാരി. അത് അന്നുമില്ല, സഹാബാക്കളെ കാലത്തുമില്ല. അതല്ല വലിയ അത്ഭുതം. നോക്കുമ്പോ എടുത്തേച്ച് അവസാനം ഒന്നുമില്ലാതായി. അതിൽ മുമ്പ് എന്നാ പിന്നെ നമ്മൾ വെക്കില്ലേ എന്ന് വെച്ചു. പിന്നെ ആദ്യം തന്നെ സംസാരിക്കാനൊക്കെ നോക്കിയാൽ പോരെ. ഇങ്ങനെ കുറച്ച് ആളുകളുണ്ട്, വിഷയം മനസ്സിലാക്കൂല, ഭിന്നിപ്പുണ്ടാക്കുക. അള്ളാഹു അവരെ നമ്മളൊക്കെ നന്നാക്കി തരും. നമുക്കിപ്പോൾ അങ്ങനത്തെ തർക്കമൊന്നുമില്ല. നമ്മൾ അള്ളാഹു തആല അങ്ങനെ ഒരു അവസ്ഥയിലാക്കി. തർക്കിച്ച ഒരു സമയം ഇങ്ങനെ കളഞ്ഞിട്ട് അവസാനം പേച്ച് അങ്ങനെ പോകാന്നല്ലാതെ ന്യായം നല്ലോണം കിട്ടും. കാരണം ഇബ്ലീസിന്റെ പണി. തർക്കിക്കുന്ന ആൾക്ക് നല്ല ന്യായം കിട്ടുമല്ലോ. അപ്പൊ യുക്തിവാദികളോടൊക്കെ ഒന്ന് സംസാരിച്ചു നോക്കുകയാണെങ്കിൽ ആയത്തോ ഹദീസോ ഓതിയിട്ട് ന്യായം പറയും. അത് മറ്റാളെ പണിയാണ്. പക്ഷെ അതിലൊക്കെ മറച്ചു വെക്കുന്ന ഒരു ഹക്ക് ഉണ്ടാവും. അത് തൗഫീഖുള്ളവർക്ക് മനസ്സിലാവും. നമുക്കിവിടെ ഒരു തർക്കമൊന്നുമില്ല. നമ്മൾ നന്നായിട്ട് സലാത്തില്ല. അതിൻ്റെ നനവ് ഇങ്ങനെ റൂഹ് നമുക്ക് പോയാൽ റൂഹ് ഇങ്ങനെ പ്രകാശമയമാകും. സലാത്തിൽ നിന്ന് ആളുകളെ കുറിച്ച് തന്നെ ഔലിയാക്കളെ കിതാബിൽ കാണാം. അവർ 3 വിഭാഗമാണ്. ആ 3 നല്ലവരാണ്. പക്ഷെ കാറ്റഗറിക്ക് വ്യത്യാസം. അലിയുൽ ഖവാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുവാണ് അശ്ശൈഖ് ഇബ്രാഹിം റളിയല്ലാഹു. അലിയുൽ ഖവാസ് വലിയ മഹാനാണ്. അവരെ ഗുരുവാണ്. അത് ചെറിയ കുട്ടിയാവുമ്പോ ഉമ്മ ഇങ്ങനെ സലാത്തല്ലിട്ട് പരിശീലിപ്പിക്കും. ഉമ്മാരാണല്ലോ ഇത് തൊട്ടീന്ന് കൊടുക്കുന്നത്, പരിശീലനം കൊടുക്കല്. ഉമ്മാരാണല്ലോ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി. അപ്പൊ ഇങ്ങനെ ഈ ചെറിയ കുട്ടിനോട് ഇങ്ങനെ പറയും. റസൂലുള്ളാഹിന്റെ ശരീരം ഇങ്ങനെ വർണ്ണിച്ചോളൂ. അപ്പൊ ഈ കുഞ്ഞു മോന് ചെറുപ്പത്തിലെ ഹബീബിന്റെ ശരീരം ഇങ്ങനെ മനസ്സിൽ കണ്ടിട്ട് സലാത്ത് ഇങ്ങനെ ചൊല്ലും. ഒരു രാത്രിയിൽ ഇബ്രാഹിം എന്ന കൊച്ചുമോന് ഉമ്മാന്റെ കോന്തൽ പിടിച്ചുകൊണ്ട് പറയുകയാണ്, ഉമ്മാ, ഞാൻ ഇന്നലെ പുന്നാര പൂമാനായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയെ കിനാവ് കണ്ടു ഉമ്മാ. നമുക്കും വരയിലെ കുട്ടികളില്ലേ? ഇന്ന് വരെ ഏതെങ്കിലും ഒരു പൈതങ്ങൾ പക്ഷേ ഞാൻ ഇന്നലെ മുത്തുനബിനെ കിനാവുണ്ട് എന്ന് പറയണം. പറഞ്ഞിട്ടുണ്ടാവും. ഇന്നലെ ഞാൻ പെരുമ്പാമ്പിന് കിനാവുണ്ട്, കാട്ടുപോത്തിന് കിനാവുണ്ട്, നിങ്ങൾക്ക് അടിക്കാൻ വരുന്ന ഒരു വേപ്പായിന് കിനാവുണ്ട്, അതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും.
കാരണം എന്താ, കുട്ടികളെ കയ്യിലൊക്കെ അതിനെ കിനാവാണ് പറ്റുന്ന സാമഗ്രികളുള്ളത്. ആ രാത്രി 2 മണിക്ക് ഉതന്നാണ് കൈ കൊടുത്ത് ഉറക്കം വെച്ച് ഇങ്ങനെ ഇരിക്കും. ഒരു സലാത്തിന്റെ അസ് കൊടുത്തിട്ട് നോക്കാണി ഉറങ്ങി തൂങ്ങി അങ്ങനെ. അതാണ് ഇവിടെ തന്നെ ഉണ്ട് അങ്ങനത്തെ ആൾക്കാരൊക്കെ, വലിയവരല്ല. ഒരു ഇബാദത്തിനാണ്ട് ഇരിക്കാൻ തൗഫീഖ് ആയിട്ടില്ല. പേരൊന്നും ഞാൻ പറഞ്ഞില്ല, പേടിക്കണ്ട. ഒരു ഇബാദത്തിനിരുന്ന് അപ്പം ഉറങ്ങിപ്പോ, അല്ലെങ്കിലോ ചിരിച്ചായിട്ട് അങ്ങനെ സമയം. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ശൈത്താൻ തലേ കയറിയതിന്റെ ലക്ഷണമാണ്. അത് ഇറങ്ങാതെ വന്നാൽ അള്ളാഹു നമ്മളൊക്കെ കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ ഈ ചെറിയ കുട്ടി റസൂലുള്ളാഹിനെ കിനാവാണ് അങ്ങനെ പരിശീലിപ്പിച്ച. അപ്പൊ ഉമ്മയാണെങ്കിൽ ഉമ്മ വലിയ പവറിലാണ്. ഉമ്മ ഈ ചെറിയ കുട്ടീനോട് വരാണ് കിനാവ് കണ്ട അത്ഭുതം പറഞ്ഞപ്പോഴേ, മോനെ മുത്തുനബിനെ കിനാവ് കാണാന്നുള്ളൊന്നും വലിയൊരു അത്ഭുതമല്ല, നേരിട്ട് കാണണ്ട. അതിലെ കുട്ടിക്ക് നേരിട്ട് കാണേ അങ്ങനെ പറ്റുമെന്ന് വെച്ചു. മച്ച എത്ര വട്ടം കണ്ടിട്ടുണ്ട് വെച്ച് കാണും. അപ്പൊ ഈ കുട്ടി അങ്ങോട്ട് ചൊല്ലിയിട്ട് അങ്ങോട്ട് പൊന്താൻ തുടങ്ങിയില്ലേ. ചൊല്ലി 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 അതിന്റെ ലഹരിയിലാവുക. അതേ വരുന്ന മുമ്പിൽ മുഹമ്മദ് മുസ്തഫ. അതൊക്കെ മനസ്സിലാവണമെങ്കിൽ അതിൻ്റെതായ തലച്ചോറ് വേറെ വിറ്റ് ചെയ്യണം. അല്ലാത്തവർക്ക് കളിയാക്കാം, അല്ലാത്തവർക്ക് കളിയാക്കാം. അങ്ങനെയാണ് അവർ വലിയ സ്ഥാനത്തെത്തിയത്. സലാത്തല്ലിട്ടാണ് വലിയ സ്ഥാനത്തെത്തിയത്. ബഹുമാനപ്പെട്ട ശൈഖ് ഇബ്രാഹിം, അള്ളാഹു ഒരു ബർക്കത്തോടെ നമ്മൾ നന്നാക്കട്ടെ. അപ്പൊ സലാത്ത് 3 കാറ്റഗറിയാണ്. ഒന്ന് ഞാൻ പറഞ്ഞത്, ഇത് 3 നല്ലവരാട്ടാ. നമ്മൾ എവിടെങ്കിലും ആവണം. എന്താ പറയുക, ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നന്നായി പഠിക്കുക. അവിടുത്തെ ദാത്ത്, അവിടുത്തെ കളറ്, അവിടുത്തെ ഭംഗി, അവിടുത്തെ ചുണ്ട്, അവിടുത്തെ മൂക്ക്, അവിടുത്തെ മുടി, അവിടുത്തെ ഒമ, അവിടുത്തെ നെറ്റി, അവിടുത്തെ കവിള്, അവിടുത്തെ ചെസ്റ്റ്, അവിടുത്തെ കാല്, അവിടുത്തെ കൈ, എല്ലാം കിതാബിലുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരു ദിവസം അങ്ങനെ ഒരു വിഷയങ്ങളോട് പറയണം എപ്പോഴെങ്കിലും, അല്ലെ റബീഉൽ അവലെങ്കിലും. മുത്തുനബിനെ കൃത്യമായിട്ട് ഇങ്ങോട്ട് വർണ്ണിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇപ്പൊ നേരമില്ല. അപ്പൊ ഇതിങ്ങോട്ട് പഠിച്ചാൽ എന്ത് ചെയ്യും, അത് മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ സലാത്ത് അല്ലാലും വൈകാതെ കിനാവിൽ വരും മുഹമ്മദ് മുസ്തഫ. قد أتاه الله بالفرج صل رب العالمين على فاز من قد كنت بغيته والسما في يرفع درجي صل رب العالمين على. ഒരു സാധനം തന്നെ കേടുവരും ചെയ്യും, നന്നാവും ചെയ്യും, ഉഷാറാക്കുകയും ചെയ്യാം. അപ്പൊ ഞാൻ ഇന്ന് ഉപയോഗിക്കുന്ന സെറ്റ് ഇന്നലെ ഉപയോഗിച്ച് തന്നെയാണ്, പക്ഷെ മാറ്റങ്ങൾ കണ്ടില്ലേ. ഇന്നലത്തെ പോലെയല്ലോ ഒന്ന്. ഇന്നലെ എൻ്റെ സൗണ്ട് ഇങ്ങനെ വല്ലിന്ന് അങ്ങോട്ട് വലിച്ചെടുക്കരുത്. ഇന്ന് എനിക്കൊരു പ്രശ്നമില്ല. നിങ്ങൾക്ക് എന്താ അവസ്ഥ എന്ന് എനിക്കറിയില്ല. ഇന്നലത്തെ സെറ്റ് തന്നെയാണ് ഇത്, സെറ്റ് മാറ്റിയിട്ടൊന്നുമില്ല. പക്ഷെ അതിൻ്റെ ഒരാളുകൾ വന്നിരുന്നു. അത് 2 തിരിപ്പും 2 മേട്ടക്കോടിയ സംഗതി ശരി. ഇങ്ങനെ തന്നെയാണ് ഈ ഭാഗത്തൊക്കെ ഒടിഞ്ഞൂങ്ങി കിടക്കായിരിക്കും. പക്ഷെ അതിൻ്റെ ആളുകളെ കണ്ട ഓലൊന്നാണ്ട് കുത്തി തരും, അത് പൊത്താൻ. അതാണ് ഈ ആയുവല്ലദീന ആമനൂ തഖുല്ലാഹ വകൂനൂ മഅ സാദിഖീൻ. അള്ളാഹിനെ പേടിയുള്ള ആഖിറത്തിന്റെ പണ്ഡിതനാണെന്ന് മനസ്സിലായാൽ ആ ആളേറ്റ് സുഹബത്ത് നടത്തിയാൽ നമ്മളെ ഖൽബ് തുറന്നിട്ടും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ചിന്തിക്കണേ, ഒരു സലാത്ത് അതാണ്. ആ ദാത്ത് ഇങ്ങനെ മനസ്സിലാക്കിയാല്, ആ ദാത്തിന്റെ മേലിൽ ഇങ്ങനെ സലാത്ത് അല്ലിയാല് ഹബീബ് ബെഡ്റൂമിൽ. ഇനി അതിന്റെ അപ്പുറത്തൊരു സലാത്ത് ഉണ്ട്. അതെന്താന്നറിയോ, ദാത്തുമെന്ന് വിടും അവര്. ചൊല്ലി 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 റസൂലുള്ളാഹിന്റെ റൂഹുമൊക്കെ അടിച്ച്, പിന്നെ സലാത്ത് മുഴുവനും റൂഹുമൊക്കെ. അപ്പൊ കിനാവിലൊന്നുമല്ല, അത് വരണേ മുഹമ്മദ് മുസ്തഫ. എത്ര കിതാബിലുണ്ട്. അടുത്ത കാലത്ത് ജീവിച്ച് വഫാത്തായ ഒരു മഹാനാണ് ഷെയ്ഖ് ഷദ്ദാദ്. അവരൊരു കിതാബിന്റെ കയ്യിലുണ്ട്. അവരാ കിതാബിൽ പറയുന്നുണ്ട്, ഞാൻ പലവട്ടം മുത്തുനബിനെ നേരെ കണ്ടിട്ടുണ്ട്. എന്നാ ഇനി അതിന്റെ അപ്പുറത്തൊരു സലാത്തുണ്ട്, അത് റൂഹുമെന്നും വിടും, അത് നൂറുമലെത്തും. നൂറുമലെത്തിയാ എന്താ അറിയോ, 1 സെക്കൻഡ് കണ്ണിന്റെ മുമ്പൊന്ന് പോകൂല മുഹമ്മദ് മുസ്തഫ. അബുൽ അബ്ബാസ് മർസിയൊക്കെ ആ കൂട്ടത്തിൽപ്പെട്ടാണ് റളിയല്ലാഹു. അവര് കിതാബിൽ എഴുതിയിട്ടുണ്ട്, എന്റെ കണ്ണിന്റെ മുമ്പെന്ന് 1 സെക്കൻഡ് എങ്ങാനും മുത്തനബി പറഞ്ഞാൽ ഞാൻ മുസ്ലിമായിട്ട് എന്നെ കണക്കൂട്ടില്ല.
അതൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത മേഖലയാണ്. നമുക്കതിൻ്റെ അടി, ഞാൻ പറഞ്ഞല്ലോ, അടിയത്തെ തട്ട് ഏതാണ്? ആ ശരീര സൗന്ദര്യം മനസ്സിൽ ഭാവന ചെയ്തിട്ട് സ്വലാത്ത് ഇങ്ങനെ അധികരിപ്പിച്ചിട്ട് പിന്നെ എങ്ങനെ പൊന്തി പോവാ. അതിന് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കാരണം എങ്ങനെയാണ് മറക്കുക മുഹമ്മദ് മുസ്തഫ? എങ്ങനെയാണ് മറക്കുക പ്രിയപ്പെട്ടവരെ? എങ്ങനെയാണ് മറക്കുക? കയ്യിൽ ഒരു അറാക്ക് പിടിക്കുമ്പോഴേക്ക് നമ്മളോർത്ത് കരഞ്ഞിരുന്ന നേതാവല്ലയോ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. ലൗലാ അൻ അശുക്ക അലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാക് ഇൻദ കുല്ലി ഉളൂ വഫീ റിവായത്തിൻ ഇൻദ കുല്ലി സ്വലാത്ത്. സുന്നത്തായ മിസ്വാക്കിന് വേണ്ടി കയ്യിൽ അറാക്ക് പിടിക്കുമ്പോഴേക്ക് നമ്മളോർത്ത് വിതുമ്പിയിരുന്ന നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം നമ്മൾ ഓർത്തുകൊണ്ട് 3 ദിവസം ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ഉമ്മത്തിൽപ്പെട്ട ചവറുകള് നരകത്തിൽ പോകുമെന്ന റിപ്പോർട്ട് കിട്ടിയപ്പോൾ ബോധരഹിതനായി ജിബ്രീലിന്റെ മുമ്പിൽ വീണുപോയില്ലേ? ഹൃദയത്തിന്റെ ഊർജമേ, സ്വദറിന്റെ ആനന്ദമേ, കൽബിന്റെ താളമേ, ഹൃദയത്തിന്റെ സൗകുമാര്യതയെ, വിശ്വാസത്തിന്റെ സൗന്ദര്യമേ, ഈമാനിന്റെ ഇടനെഞ്ചേ, പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ അരുളായി പൊരുളായി വിരുന്നുകാരനായി മണവാളനായി ആരംഭമായി അവലംബമായി പ്രപഞ്ചത്തിന്റെ അസ്തിത്വമായി അണ്ടകടാത്തിന്റെ നെറുകയിൽ എഴുതപ്പെട്ട പേരിന്റെ സ്വാഹിബായി സ്വർഗീയ അലങ്കാരങ്ങളുടെ ഹേതുകമായി ഹൂറുല്യങ്ങളുടെ നെഞ്ചത്ത് കൊത്തിവെക്കപ്പെട്ട പേരിന്റെ ഉടമയല്ലയോ ജിബ്രീലിന്റെ ചിറകിൽ കാണുന്ന പേരിന്റെ ഉടമയല്ലയോ? ഇന്നിൽ തീയാ റീഹ സ്വബാ യൗമൻ ഇലാ അർദിൽ ഹറം ബല്ലിഗ സലാമി റൗദതൻ ഫീഹാ നബിയുൽ മുഹ്തറം അക്ബാദുനാ മജ്റൂഹതോ മിൻ സൈഫി ഹിജ്റിൽ മുസ്തഫ യാ സയ്യിദി ഇർഹം ലനാ യാ സയ്യിദി ഇർഹം ലനാ. കാറ്റേ കാറ്റേ റൗദയിലായി വീശുന്നേരോ എത്തിക്കുമോ പാപിയമേന്നിൽ ഇന്നൊരു അഭിവാദന വചനങ്ങളായി ആത്മാവുകൾ നോവുകയാൽ വേർപാടിനാൽ യാ നബിയേ യജമാനരേ കൃപ ചെയ്യണേ, യജമാനരേ കൃപ ചെയ്യണേ. യാ സയ്യിദി ഇർഹം ലനാ യാ സയ്യിദി ഇർഹം ലനാ യാ സയ്യിദി ഇർഹം ലനാ യാ സയ്യിദി ഇർഹം ലനാ. അല്ലാഹു നമ്മുടെ പാട്ടും പറച്ചിലും മദീനയിൽ എത്തിച്ചു കൊടുക്കട്ടെ. ഈ വിഷയം വന്നാൽ പിന്നെ അങ്ങനെയാണ്. അതൊരു വിജ്ഞാന വിളമ്പലല്ല, അതൊരു വികാരമാണ് മുഹമ്മദ് മുസ്തഫ. പിന്നെ പാട്ടും പറച്ചിലും ഇതൊക്കെ തന്നെയാണ്. ആ ഒരു പുഴ പോലെ ഒഴുകുന്ന പ്രവാഹത്തിന്റെ താളഭംഗിയിൽ തുള്ളിയായി അലിഞ്ഞു ചേർന്നാൽ നമ്മുടെ പേര് മദീനയിൽ വീഴും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ആ സ്നേഹമാണ് നമുക്ക് വലുത്. അതാണ് നമുക്ക് കിട്ടേണ്ടത്. ആ സ്നേഹമാണ് കിട്ടേണ്ടത്. ആ സ്നേഹത്തിന്റെ ഒരു തുള്ളിയാണ് കിട്ടേണ്ടത്. യമാമയുടെ ഒരു അധിപനുണ്ടായിരുന്നു, പേര് സുമാമ എന്നാണ്. സഹാബാക്കളിൽ പ്രമുഖരായ 12 ആളുകളെ കൊന്നുകളഞ്ഞാണ്. ഇസ്ലാമിന്റെ ബദ്ധവൈരിയാണ്, കഠിന ശത്രുവാണ് സുമാമത്ത്. യമാമയുടെ അധിപൻ ആളെ സ്വഹാബാക്കൾ കീഴ്പ്പെടുത്തി യുദ്ധത്തിലൂടെ. സഹാബാക്കളിൽ പ്രമുഖരായ 12 ആളെ കൊന്ന ആളാണ്.
ആ മനുഷ്യനെ റസൂലുള്ളാഹിന്റെ അടുത്ത് കൊണ്ടുപോയി വിചാരണയ്ക്ക് വേണ്ടി. അന്ന് ജയിലും കോടതിയും പാർലമെന്റും നിക്കായിന്റെ സഭയൊക്കെ മദീന പള്ളി തന്നെയാണ്, ഒക്കെ തന്നെയാണ്. തൂണുമ്പ കെട്ടിട്ടു, ഒരു തൂണുമ്പ കെട്ടിട്ടു. ആരാളെന്നറിയാം? റസൂലുള്ളാഹിനെ കൊല്ലാൻ നടക്കുന്ന ആളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബാക്കളിൽ 12 ആളെ ഉള്ളി അരി പോലെ അരിഞ്ഞ ആളാണ്. ആളെയാണ് മുമ്പിൽ കിട്ടിയത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ ദിവസം വിചാരണയ്ക്ക് വേണ്ടി വന്നു. ഇയാളെ തട്ടിക്കേറാണ്, ഒരു മര്യാദയില്ല. പക്ഷെ പിരിഞ്ഞു പോകുമ്പോ അള്ളാഹു റസൂൽ പറഞ്ഞു, ഇന്ന് സുമാമത്ത് ക്ഷീണിതനാണ്, അദ്ദേഹം അവിടെ ഇരിക്കട്ടെ. അയാള് യമാമയുടെ അധിപനാണ്, ധനാഢ്യനാണ്, നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് പരിചയമുള്ള ആളാണ്. നമ്മളെ കസ്റ്റഡിയിൽ ആയി എന്ന നിലയിൽ അദ്ദേഹം പട്ടിണി കിടക്കരുത് മുഹമ്മദ് മുസ്തഫ. മാത്രല്ല അയാൾ എന്താണോ കഴിക്കൽ, പാലാണ് അദ്ദേഹത്തിന് ഇഷ്ടം, അതുകൊണ്ട് നല്ല പാല് കൊണ്ടോന്ന് കൊടുക്കണേ സുമാമത്തിന് മുഹമ്മദ് മുസ്തഫ. ഇതാരാള്? ഇസ്ലാമിന്റെയും മുത്തുനബിന്റെയും കഠിന ശത്രുവിന് പാല് കുടിപ്പിക്കണ മദീന പള്ളിയിൽ മുഹമ്മദ് മുസ്തഫ. പാല് കൊടുത്തു സഹാബാക്കള്. 2-ാം ദിവസം വിചാരണ, ഇയാള് സമ്മതിക്കണില്ല. 3-ാം ദിവസം ഇയാളോട് പറഞ്ഞു ഇസ്ലാം സ്വീകരിക്കണ്ടോന്ന് വെച്ചു. ആ പരിപാടിയില്ല, നീ ഞങ്ങളെ കൊല്ലോന്ന് വെച്ചു. അത് പറയാൻ പറ്റില്ല, ഈ പാലൊക്കെ കൊടുത്തിട്ടാണ്. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, സുമാമത്തിനെ അഴിച്ചിട്ടാളി, തല്ലി പോണ വഴിക്ക് പോയിക്കോട്ടെ. അപ്പൊ സഹാബാക്കള് റസൂലുള്ളാഹി പറഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറത്തൊന്നുമില്ലല്ലോ. സുമാമത്തിനെ കയറയച്ച് നിങ്ങളോട് പോകാൻ പറഞ്ഞിങ്ങനെ. അതിൽ ഇയാള് തൂണുമെന്ന് വിട്ടപ്പോ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ നടക്കുമ്പോ ഇയാളെ മനസ്സിലൊരു പരിവർത്തനം. എന്തൊരു അത്ഭുത ഇപ്പൊ നടന്നത്. മുഹമ്മദ് 3 ദിവസം അതിഥിയെ പോലെ സൽക്കരിച്ചു, പാലും തന്ന്. എന്നിട്ട് ഞാൻ വടക്കട്ട സ്വഭാവമാണല്ലോ ഉണ്ടായത്. എന്നിട്ട് പോലും അയാൾ എന്നോട് വളരെ മാന്യമായിട്ടല്ലേ പെരുമാറിയത്. ഞാൻ ആ ചാടിക്കാരി പറഞ്ഞതും തിരിച്ചു പോണമെന്നും ശരിയല്ലല്ലോ. നേരെ പോണ മനുഷ്യന് പള്ളിന്റെ നേർക്ക് ഇങ്ങോട്ടന്നെ തിരിഞ്ഞു. പോകുന്ന സമയത്ത് കൽബിൽ അതിശക്തമായ വെറുപ്പായിരുന്നു മുത്ത് മുഹമ്മദ് മുസ്തഫാനോട്. ഇടയിൽ പരിവർത്തനത്തിന്റെ പടഹധ്വനി മുഴങ്ങുകയാണ്. വിരോധത്തിന്റെ പാറക്കെട്ടുകൾ ഹൃത്തടങ്ങളിൽ നിന്ന് ഐസ് പോലെ ഉരുകി ഒലിക്കുകയാണ്. സുമാമത്തിനോട് ഉള്ളിന്റെ ഉള്ളിൽ നിന്നൊരു വിളിയാളമാണ്, സുമാമ നീ ഈ ചെയ്തത് ക്രൂരതയില്ലേ? നിനക്ക് ആവശ്യമുള്ള പാല് മദീനയിൽ എത്തിച്ചു തന്നത് മുഹമ്മദല്ലേ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. സുമാമത്തെ, ഈ കാരുണ്യക്കടലിനോട് നീ ചെയ്തത് അരുതായ്മയല്ലേ സുമാമത്തെ? നിനക്ക് നാണമില്ലേ സുമാമത്തെ? സുമാമ തിരിച്ച് മദീന പള്ളിയിലേക്ക് തിരിയുകയാണ്. തന്റെ നാട്ടിലേക്ക് സ്വാസ്ഥ്യനായി നടന്നിരുന്ന സുമാമത്ത് തിരിച്ചു വന്നുകൊണ്ട് പള്ളിയിലുള്ള സഹാബാക്കളോട് കുളിക്കാൻ ഒരു സൗകര്യം കാണിച്ചു തരുമോ എന്ന് ചോദിക്കുകയാണ്. കുളിച്ച് ഫ്രഷായി ഡ്രസ്സ് മാറി മുത്തുനബിയുടെ മുമ്പിൽ വന്ന് കെട്ടിപ്പിടിച്ച് അവിടുത്തെ കവിളത്തുമ്മ വെച്ചുകൊണ്ട് സുമാമത്ത് പറയുകയാണ്, ക്ഷമിക്കണേ നബിയേ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ സ്വഭാവത്തിന്റെ മുമ്പിൽ ആരാണ് പതറാത്തത്? ഈ ആളെയാണ് നാളെ നമുക്ക് മഹ്ശറിൽ കാണാനുള്ളത്. അതുകൊണ്ട് വെറുതാക്കൂല. സുമാമത്തത്തിന് ശേഷം ഒരു പക വീട്ടാൻ തീരുമാനിച്ചു. അയാൾ ഭക്ഷ്യവകുപ്പ് മന്ത്രിയാണ്. അയാൾ മക്കത്ത് ഞാൻ ഒരു ഭക്ഷണം കൊടുത്താക്കൂല. അയാളാണ്ട് അടിച്ചു കയറി റസൂലുള്ളാഹിന്റെ മഹബത്തില്. കൊല്ലം തക്കം പാർത്തി നിന്നാളെ ഈ സ്വഭാവത്തിന് മുമ്പിൽ അലിഞ്ഞിട്ട് പിന്നെ മുത്തുനബിന്റെ ഫാനായി മാറി. അയാൾ പറഞ്ഞു, ഇനി മക്കത്തൊക്കെ ഒരു പൊടി ഭക്ഷണം ഞാൻ കൊടുത്തേക്കല്ലോ, ഓല് പട്ടിന് കടത്തിട്ട് കൊല്ലണം എന്ന് പറഞ്ഞു. നിങ്ങളെ പുറത്താക്കിയില്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, സുമാമത്തെ ആയാദിക്കാടും കൈയൊന്നും വേണ്ട, ഓൽക്ക് നല്ല ഭക്ഷണം കൊടുത്തേക്കണം മുഹമ്മദ് മുസ്തഫ. ആരെ മറന്നാലും ഇയാളെ മറക്കരുത്. എനിക്കൊരു വല്യമ്മ ഉണ്ടായിരുന്നു.
വല്യമാക്ക് ലാസ്റ്റ് സമയത്ത് ഇങ്ങനെ ആളുകളൊന്നും പെട്ടെന്ന് തിരിച്ചറിയാത്തൊരവസ്ഥ ഉണ്ട്. ഗുളിക വിറ്റിയുന്ന ആളാണ്. ചിലപ്പം ഗുളിക ഇങ്ങനെ ഉരുട്ടിയിട്ട് ജനങ്ങൾക്ക് കൊടുക്കുമ്പോഴും അതിലും സ്വലാത്തല്ലിയിട്ട് മന്ത്രിച്ച് കൊടുത്തിരുന്ന ആളാണ്. അതുകൊണ്ട് വല്യമാന്റെ ഗുളിക കഴിച്ചാൽ പെട്ടെന്ന് സോക്കട് മാറിയിട്ടുണ്ട്. അവർക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു റബീഉൽ 12 മരിക്കണമെന്ന്. അങ്ങനെ തന്നെ മരിച്ചു. അപ്പൊ ഞാനൊരിക്കൽ കയറി ചെല്ലുമ്പോൾ ഇനി മനസ്സിലാക്കില്ല. ഇന്നെ മനസ്സിലാവാതിരിക്കലില്ല, പക്ഷെ ഇനി മനസ്സിലാക്കില്ല. അപ്പൊ ഞാൻ വല്ലാത്ത വിഷമത്തിൽ, ആരും മനസ്സിലാവണില്ല. ഞാൻ വെച്ചു വല്യമ്മക്ക് ഇന്ന അറിയില്ലേ, മറന്നോന്ന് വെച്ച്. അപ്പൊ പറഞ്ഞു, ഇജിന്റെ പേരക്കുട്ടിയല്ലേ? അതെനിക്കറിയാം, എന്റെ പേര് ഞാൻ മറന്നു. എന്റെ പേര് മക്കളെയും പേര് ഓർമ്മയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ അന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, വല്യമ്മ അങ്ങനെ മറന്നാലിപ്പോ ഞാൻ നിങ്ങളെല്ലാരും മറന്നാലെന്താ? എനിക്ക് വേണ്ട ആളെ ഞാൻ മറക്കൂല, അത് മുഹമ്മദ് മുസ്തഫയാണ്. അത് മരിക്കണവരെ മറന്നിട്ടില്ല. അങ്ങനത്തെ ഒക്കെ ആളുകളുണ്ട് സ്വലാത്തുമ്മ കൂടി അടിച്ചു കയറുന്ന ആൾക്കാർ. മറക്കാതെ മരിച്ചാല് ഖബറിൽ നമ്മൾ എത്തുന്നതിന്റെ മുമ്പ് എത്തും മുഹമ്മദ് മുസ്തഫ. അവിടുന്ന് നമുക്ക് ആഘോഷായില്ലേ റസൂലുള്ളാഹിനെ കണ്ട് കണ്ടാല് നമ്മളെ ഖബറൊക്കെ സൗകര്യപ്പെടുത്താൻ വേണ്ടി പറയും. ഇതൊക്കെ പ്രകാശങ്ങളെ കളിയല്ലേ? ഞാൻ സംശയിക്കുന്ന മണ്ണിന്റെ അടിയിലും പ്രകാശം കളികളിക്കും. ഇപ്പൊ ഞാൻ ഇവിടെ ലൈവ് ഇവിടെ ഇങ്ങനെ ക്യാമറ ഉണ്ടെങ്കിൽ എൻ്റെ ഈ പ്രസംഗം ലൈവായിട്ട് അമേരിക്കയിൽ നിന്ന് കേൾക്കാൻ പറ്റും. എൻ്റെ പ്രസംഗം ആഫ്രിക്കയിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് കേൾക്കണ മലയാളികളെ എനിക്കറിയാം. ഇവിടെ ലൈവ് ഇല്ലാത്തതുകൊണ്ടല്ലേ. എന്താ കാര്യം? പ്രകാശങ്ങളെ കളിയാണ് അതൊക്കെ. ഇതൊക്കെ അള്ളാന്റെ പരിപാടി തന്നെയല്ലേ. അത് മണ്ണിന്റെ അടിയൊക്കെ കൊടുക്കാൻ അള്ളാഹ്ക്ക് കഴിയില്ല. പല രൂപത്തിൽ നമുക്ക് എങ്ങനെയാണെന്നല്ല അറിയാത്തുള്ളൂ. അപ്പൊ അതിലൊന്നും സംശയിച്ചിട്ട് കാര്യമില്ല. അതൊക്കെ ഖബർ പോയാൽ കൃത്യമായിട്ട് അനുഭവിക്കുന്നതാണ്. ഒരുങ്ങിപ്പോയാൽ അത്രയും നന്ന്. വെള്ളിയാഴ്ച രാവിലെ ഒരുങ്ങാൻ തീരുമാനം എടുക്കാനുള്ളത് സ്വലാത്ത് അധികരിപ്പിക്കന്നെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു 100 സ്വലാത്ത് കണ്ട് മദീനത്ത് കൊടുത്തേക്കല്ലേ. ഇതങ്ങൾ ക്ഷീണിച്ച ഇന്ന് ഇൻഷാ അല്ലാഹ് മനസ്സറിഞ്ഞിട്ട് ആ പച്ചക്കുപ്പം ഇങ്ങനെ ഒന്നാണ് ഭാവന ചെയ്താൽ തൽക്കാലം. ബാക്കിയൊക്കെ നമുക്ക് പിന്നെ പറയും. ആ പച്ചക്കുപ്പം ഒന്ന് ഇങ്ങനെയാണ് ഭാവന ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ഒരു 100 സ്വലാത്ത്, 100 ബുദ്ധിമുട്ടാണെങ്കിൽ നേരാണ്ട് 50 ആക്കാം. 100 എന്നാ തുടങ്ങി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. اللهم صل على سيدنا محمد وآله وصحبه وسلم. 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 صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم.
اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم.
اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أوصل اللهم ثواب ما صليناه أولا إلى حضرة حبيبنا مصطفى محمد صلى الله عليه وسلم وإلى أرواح الأنبياء اللهم إلى حضرة حبيبنا مصطفى محمد صلى الله عليه وسلم وإلى أرواح الأنبياء والمرسلين والأصحاب والأولياء والعلماء والشهداء والزهاد والصديقين والصالحين. اللهم وإلى أرواح من ماتوا منا آبائنا وأمهاتنا وأجدادنا وجداتنا وإخوتنا وأخواتنا وإلى أرواح من دفنوا حوالينا يا رب العالمين. اللهم زدهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم. اللهم بحقهم وبجاههم اللهم يسر عسيرنا وعسير من أوصانا بالدعاء يا رب العالمين. وقض حوائجنا وحوائجهم واشف أمراضنا وأمراضهم وأد ديوننا وديونهم وأصلح أحوالنا أحوالهم. اللهم بارك لنا في جميع أمورنا لا سيما في تعلمنا وفي تعليمنا وفي سائر معاملاتنا بركة تامة كما باركت على عبادك الصالحين. اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا ومشائخنا وأساتذتنا من الدين والمظالم والنار. اللهم طول أعمارنا وأعمار أساتذتنا على رضاك وعلى خدمة دينك يا رب العالمين. واشف أمراضنا وأمراضهم يا شافي الأمراض. اللهم أطعمنا وأطعم من أطعمنا واسقنا واسق من سقانا من طعام الجنة وشرابها يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم انصر أمة سيدنا محمد صلى الله عليه وسلم وارحم أمة سيدنا محمد صلى الله عليه وسلم. اللهم تجاوز عن أمة سيدنا محمد صلى الله عليه وسلم. اللهم اجعلنا بمحض فضلك من خيار أمته يا رب العالمين. اللهم بحقهم وبجاههم اللهم اغفر لنا وارحمنا ولوالدينا ولمشائخنا ولأساتذتنا ولمن أطعمنا ولمن ماتوا منا
ولمن دفنوا حوالينا ولجميع أمة محمد مصطفى صلى الله عليه وسلم وقنا وإياهم شر ما قضيت ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب ബഹുമാനപ്പെട്ട ഉഷ്ണമുള്ള സമയമല്ല, അപ്പോൾ ഇടക്കിടക്ക് ദാഹിക്കുന്ന കരുതിയിട്ടാണ് ബോട്ടിലെ കൊടുന്ന് വെച്ചൊരു മനുഷ്യനും തൊട്ടിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. കാരണം നിങ്ങളത് ആര് കൊടുന്നിച്ച് എന്തിനാണെന്ന് അറിയാത്തതുകൊണ്ടുള്ള സൂക്ഷ്മതയിലാണ് എടുക്കാത്തതെന്ന് ഞാൻ മനസ്സിലാക്കണം. അത് ജായിസാണെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. വേണ്ടവരൊക്കെ കുടിച്ചു പോയിക്കോളി. ഇൻഷാ അല്ലാഹ്. മാമട്ടിയാക്കാൻ വകയാണ്. അല്ലാഹു തആല അതിനെ